ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാം തിരുലിഖിതം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടും എന്നതിനെ കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവവചന ശുശ്രൂഷയുടെ സമയമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ദൈവപുത്രനായ യേശു പഠിപ്പിക്കുന്ന പ്രകാരമാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതിനു മുമ്പ് ടെലിവിഷൻ പ്രഘോഷണ നിമിഷങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്ന്, തങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ ഇരുന്ന്, തങ്ങൾക്ക് ദൈവം നൽകിയ ഓരോ സ്ഥാനങ്ങളിലിരുന്ന് ടെലിവിഷനിലൂടെ ദൈവവചന ശുശ്രൂഷ കേട്ട ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഈ വചനത്തിലൂടെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തത് അവരുടെ സാക്ഷ്യ ലെറ്ററുകളിലൂടെ ഇവിടെ ലഭിക്കുകയുണ്ടായി. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് സുമ. എൻ്റെ ആൻറ്റി എപ്പോഴും ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണണമെന്ന് എന്നെ നിർബന്ധിക്കും. പക്ഷേ എനിക്ക് TV കണ്ട് സൗഖ്യം കിട്ടുമെന്ന് ഒരു ബോധ്യവുമില്ലായിരുന്നു, അതിനെക്കുറിച്ച് വിശ്വാസവുമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് TV കാണാൻ പോകാറില്ല. 3 ആഴ്ച മുമ്പ് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡ് ക്യാൻസർ ആണെന്നും മരുന്നിൻ്റെ ആവശ്യമുണ്ടെന്നും മനസ്സിലായി. തൈറോയിഡിൻ്റെ എല്ലാ സിംറ്റംസും എനിക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഹൈ കൊളസ്ട്രോൾ, ഭയങ്കരമായ ക്ഷീണം, ശരീരവേദന, മുടികൊഴിച്ചിൽ, ഡ്രൈ സ്കിൻ, ആങ്സൈറ്റി, പെട്ടെന്ന് സങ്കടം വന്ന് തളർന്നിരിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രാരാബ്ധത്തിലേക്ക് ഞാൻ വീണുപോയി. ഞാൻ തലങ്ങും വിലങ്ങും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഒരാശ്വാസവും ഇല്ലാതെയായി. ആ ഞായറാഴ്ച എൻ്റെ വീട്ടിലെ ജോലിക്കാരി ഷാലോൺ TV വെച്ചിട്ട്, ചേച്ചി ഓടിവാ, അഭിഷേകാഗ്നിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഒരു മടിയുമില്ലാതെ ഓടിപ്പോയി മുട്ടുമേൽ നിന്നുകൊണ്ട് വചനം കേട്ടു. അന്ന് അച്ഛൻ ഒരു വ്യക്തിയുടെ തൈറോയിഡിലെ പ്രോബ്ലംസ് മാറിയ സാക്ഷ്യമായിരുന്നു കത്തായി വായിച്ചത്. എന്തുകൊണ്ടോ അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം നിറഞ്ഞു. എനിക്കും ഈശോ വചനം അയച്ച് സൗഖ്യം തരും എന്ന് എൻ്റെ ഉള്ളിൽ പറയാൻ തുടങ്ങി. ഈ സാക്ഷ്യം എൻ്റെ രോഗം സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഇടപെടുന്നതിൻ്റെ ഒരു കൺഫർമേഷനായി എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ അഭിഷേകാഗ്നി പ്രോഗ്രാമിന് സമയം മുഴുവൻ മുട്ടുമേൽ നിന്ന് യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ ശ്രദ്ധാപൂർവം എല്ലാം ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം റിസൾട്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, എല്ലാം നോർമലാണ്, ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് ക്ഷീണമില്ല, എനിക്ക് ആ തൈറോയിഡിൻ്റെ സിംറ്റംസ് ഒന്നും ഇപ്പോൾ എൻ്റെ ശരീരത്തിലില്ല. ഇന്ന് ഞാൻ പരിപൂർണ സൗഖ്യം അനുഭവിക്കുന്നു. അതിനുശേഷം തളർച്ചയോ സങ്കടമോ ഒന്നും എന്നെ അലട്ടുന്നില്ല. എൻ്റെ ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യകാലത്ത് വചനത്തെക്കുറിച്ചും ദൈവവചന ശുശ്രൂഷകളുടെ അത്ഭുതങ്ങളെക്കുറിച്ചും യേശുവിന്റെ നാമത്തിൽ വിടുതലിനെക്കുറിച്ചും ഒരു ബോധ്യവും കിട്ടാതെ അതിനെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ച് നടക്കുന്നൊരു കാലം. എന്നാൽ പൊടുന്നനെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി.
പൊടുതിന് ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടായി. പൊടുതിന് ജീവിതം അന്ധകാരത്തിലേക്ക് വീണു പോകുന്നത് പോലെ തോന്നി. എല്ലാം തട്ടി തകരുന്നത് പോലെ, എല്ലാം തവിടുപൊടിയായി മാറുന്നത് പോലെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ലഭിച്ചു. എളിമപ്പെട്ടു, വചനത്തിന് മുമ്പിലേക്ക് പോയി, കരഞ്ഞു നിലവിളിച്ചു. തൽക്ഷണം ആ ശരീരത്തിലേക്ക് യേശുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് കർത്താവ് സഹായിച്ച്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അനർത്ഥകാലത്ത് ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ഓടി വന്ന് എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങൾ ഇരുകരങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണോ, ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണോ, ശരീരത്തിൻ്റെ അവസ്ഥ എന്താണോ, ജോലി മേഖലകളുടെ അവസ്ഥ എന്താണോ, കുടുംബത്തിലെ മക്കളുടെ അവസ്ഥ എന്താണോ, അത് സമർപ്പിച്ച് ഉറക്കെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനോ, വചനം കേൾക്കാനോ, ദൈവത്തെ ആരാധിക്കാനോ, യേശുനാമം വിളിക്കാനോ തടസ്സമായി എന്തെങ്കിലും തരം ദുർപീഡകളുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവവചനം കേൾക്കാനും ദൈവത്തെ ആരാധിക്കാനും യേശുവിന്റെ നാമത്തെ വിളിക്കാനും തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാരപീഡകളെയും ശാസിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളും വിടുതലുകളും സംഭവിക്കട്ടെ. ജോലി തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. രോഗപീഡകളാൽ തകരുന്ന കുടുംബങ്ങൾ, കണ്ണുനീരിൽ കുതിർന്ന കുടുംബങ്ങൾ, ഇനി രക്ഷയില്ല എന്ന വിധത്തിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആരംഭിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വഴികൾ, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഉയരാൻ ഒരു എളുപ്പമാർഗം ദൈവം ലോകത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കൃപയുള്ളവൻ മറ്റൊരു കൃപയുള്ളവനുമായി ചേർന്നിരിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രവർത്തിക്കുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഐക്യത്തിലിരിക്കുമ്പോൾ, ഒരു വ്യക്തി, ഒരു ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തി പ്രാർത്ഥന കൂടി ധ്യാനം കൂടി പാപം ഉപേക്ഷിച്ച് അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോയി പ്രാർത്ഥനാ കൃപയുള്ള മറ്റുള്ളവരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് പോയി വിശ്വാസി സമൂഹത്തോട് ചേർന്ന് ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസനോട് ചേർന്ന് ബലിയർപ്പിക്കുമ്പോൾ, ഇതുപോലെ ടെലിവിഷൻ ശുശ്രൂഷകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകമെമ്പാടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ കൂട്ടായ്മയോട് ചേർന്ന് ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലെ അവസ്ഥകളും ഏറ്റി വന്ന് ആ മണിക്കൂറിലിരുന്ന് യേശുവേ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇതാ കൃപകൾ പകർന്നു നൽകപ്പെടുന്നു, ഇതാ ദൈവരാജ്യത്തിന്റെ അഭിഷേകങ്ങളും അനുഭവങ്ങളും പകർന്നു നൽകപ്പെടുന്നു. ഒരു വ്യക്തിയുടെ അഭിഷേകം മറ്റൊരു വ്യക്തിയുടെ അഭിഷേകത്തിന് മൂർച്ച കൂട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് ഒരു വലിയ പ്രകടമായ ഒരു സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 9ഉം 10ഉം അധ്യായങ്ങളിൽ സാവൂൾ, ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ പുത്രൻ സാവൂൾ, കഴുത മേയിച്ച് നടന്ന സാവൂളിന്റെ ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത്. കഴുതയെ കാണാനില്ലായിരുന്ന സാവൂള് കഴുത അന്വേഷിച്ച് കണ്ടുകിട്ടാൻ പറ്റാതെ വന്നപ്പോൾ മലമുകളിലുള്ള ദൈവത്തിന്റെ പ്രവാചകനായ സാമുവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തി. സാമുവേൽ പ്രവാചകൻ അവനെ അവിടെ സ്വീകരിച്ച് ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾക്ക് വേണ്ടി വേദിയൊരുക്കി. അതിനുശേഷം ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് സാവൂളിനെ സാമുവേൽ പ്രവാചകൻ ഇതാ ദൈവജനത്തിന്റെ രാജാവായി തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത്, എന്നിട്ട് സാമുവേലിന്റെ പക്കൽ നിന്ന് സാവൂള് വേർപെട്ട് പോകാൻ തുടങ്ങുമ്പോൾ സാമുവേലിലുള്ള പരിശുദ്ധാത്മാവ് സാവൂളിന് ഒരു പ്രത്യേക ദൂത് കൊടുക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങളിലൂടെ നാം വായിക്കുകയാണ്. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബെയയിലുള്ള ദൈവത്തിന്റെ മലയിൽ നീ എത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ
സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യഘോഷങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കാണും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. സാമുവേൽ പ്രവാചകൻ സാവൂളിന് ഈ ദൂത് കൊടുക്കുകയാണ്. സാവൂൾ അതനുസരിച്ച് സാമുവേൽ പ്രവാചകൻ അരികിൽ നിന്ന് പോയി. സാമുവേൽ പ്രവാചകൻ അരികിൽ നിന്ന് മുന്നോട്ട് പോയി. സാമുവേൽ പ്രവാചകൻ പറഞ്ഞ പ്രകാരം ഗിബെയയിലെത്തി. ഇതാ മലമുകളിൽ നിന്ന് ഒരു പ്രവാചക ഗണം ഇറങ്ങി വരുന്നത് അവൻ കാണുകയാണ്. 10 മുതലുള്ള വാക്യങ്ങൾ. സാമുവേൽ പറഞ്ഞതെല്ലാം സംഭവിച്ച് സാവൂളും ഭൃത്യന്മാരും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളിനെ മുമ്പ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ച്, കിഷിന്റെ മകൻ എന്തു പറ്റി? സാവൂളും പ്രവാചകനോ? ഇത് ഇസ്രായേലിൽ ഒരു പഴമൊഴിയായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂളിനെ നേരത്തെ അറിയാവുന്നവർക്കറിയാം, ഇവൻ അത്രയൊന്നും വലിയ ആത്മാവിന്റെ പ്രവർത്തനമുള്ള വ്യക്തിയല്ല. ഇവൻ വലിയ പ്രവചനത്തിനോ വലിയ അങ്ങനത്തെ കൃപാവരങ്ങളുടെ ഒരു വ്യക്തിയല്ല. ഇവൻ സാധാരണ ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഈ പ്രവാചക ഗണത്തോട് സാവൂൾ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ പ്രവാചക ഗണത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതേ ആത്മാവ് ഈ ജഡത്തിന്റെ മേൽ ആവസിച്ചിട്ട് ഇതാ സാവൂളും ആ പ്രവാചകന്മാരെ പോലെ പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ കഠിനമായ അവസ്ഥയിലിരിക്കുന്നവര്, തകർന്ന് തവിടുപൊടിയായി, ആത്മീയമായി തവിടുപൊടിയായി വരുന്നവര്, ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കുന്നവര്, വിശ്വാസമുള്ളവര്, ആത്മാവിന്റെ സ്പർശനമുള്ളവര് ഒരുമിച്ച് കൂടി സ്തുതിക്കുമ്പോൾ ആ സ്തുതിക്കുന്ന കൂട്ടത്തിൽ നിന്ന് കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ ആത്മാവ് നിറഞ്ഞ് അവർ പുതിയ മനുഷ്യരായി മാറുന്നത് എത്രയോ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും നേരിട്ട് കാണാൻ ഇട വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആത്മീയ കൃപയുള്ള സമൂഹത്തോട് പ്രാർത്ഥിക്കാനും ആത്മീയ കാര്യങ്ങളിലുള്ള തീഷ്ണത മങ്ങിപ്പോയി മരവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മേൽ ആത്മാവിന്റെ സ്പർശനങ്ങൾ, ആത്മാവിന്റെ ഇടപെടലുകൾ, ആത്മാവിന്റെ ജ്വലനം, അഭിഷേകം കത്തിപ്പടരാൻ കർത്താവ് ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ മേൽ സ്വർഗം ആരംഭിച്ചിരിക്കുന്ന കൃപയുടെ അഭിഷേകങ്ങൾ ഒരു പടി കൂടി കത്തിപ്പടരാൻ കൃപയുള്ള മറ്റൊരു വ്യക്തിയോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുകയാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. റോമാ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ റോമായിലുള്ള വിശ്വാസികളോട് ഹൃദയം തുറന്ന് ഒരു പരമ രഹസ്യം പ്രഖ്യാപിക്കുകയാണ്. എന്താണത്? റോമാലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വചനത്തിലൂടെ ആത്മാവിന്റെ ആ അഭിഷേകത്തിൽ നിറഞ്ഞ അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ റോമായിലുള്ള എൻ്റെ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യഭാജനങ്ങളെ, നിങ്ങളെ കാണാൻ വേണ്ടി എൻ്റെ ഹൃദയം അതിയായി കൊതിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കത്തുന്ന തീക്കകത്തേക്ക് അല്പം പെട്രോൾ ഒഴിച്ചാൽ എന്ന പോലെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശ്ലീഹ എത്രയോ ഉയർന്ന അവസ്ഥയിരിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. യേശുവിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന ഹൃദയം, യേശുവിന് വേണ്ടി ബലിയായി തീരാൻ വേണ്ടി സദാ രക്തസാക്ഷിയാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി, അങ്ങനെ അഭിഷേകത്തിന്റെ അത്യുച്ചയിൽ നിൽക്കുന്ന ശ്ലീഹ ഇതാ വിശ്വാസികളോട് പറയുകയാണ്, സാധാരണ ജീവിതം നയിക്കുന്ന വിശ്വാസികളോട് പറയുകയാണ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ നിങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു കാരണം, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ആത്മീയ കൃപ വർദ്ധിച്ചു വരും. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ കൃപ വർദ്ധിച്ചു വരും. നമ്മുടെ വിശ്വാസം പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു പരമസത്യമാണ്.
ഈ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വട്ടായിലച്ചൻ്റെ ജീവിതത്തിലും ഒരു യാഥാർത്ഥ്യമാണ്. അനേകം ആത്മാരുടെ അടുത്തേക്ക് പോകുമ്പം, പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിലേക്ക് പോകുമ്പം, അനേകം മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, അവർ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, അവരുടെയും എൻ്റെയും ഹൃദയം വിശ്വാസത്തിൻ്റെ മേഖലകളിൽ, അഭിഷേകത്തിൻ്റെ മേഖലകളിൽ പടിപടിയായി ഉയരാൻ തക്കവണ്ണം ദൈവം പരസ്പരം ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത് നിരന്തരമായ എൻ്റെ ഒരു അനുഭവമാണ്. പൗലോസ് അപ്പസ്തോലന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇതൊരു നിരന്തര യാഥാർത്ഥ്യമായി അപ്പസ്തോലൻ അവതരിപ്പിക്കുന്നുണ്ട്. ഫിലെമോന് എഴുതിയ ലേഖനത്തിൽ, ഒരുപക്ഷെ തടവറയിൽ കടന്ന് കഠിനമായ വേദനയുടെ നടുവിലായിരിക്കാം ഫിലെമോന് ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ഫിലെമോൻ എഴുതിയ ലേഖനത്തിൽ 7-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലൻ ഒരു യാഥാർത്ഥ്യം തുറന്ന് സമ്മതിക്കുകയാണ്. ഫിലെമോനുമായുള്ള കൂട്ടുകെട്ട്, ഫിലെമോനുമായുള്ള ബന്ധം ശ്ലീഹായുടെ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിച്ച്, കൃപയെ വർദ്ധിപ്പിച്ച്, ഹൃദയത്തിന് ആശ്വാസം കൊടുത്ത്, മനസ്സിന് ബലം കൊടുത്ത്, ആത്മാവിന് പുഷ്ടി കൊടുത്ത്, അത് ആത്മീയതയെ വർദ്ധിപ്പിച്ചു എന്ന് ശ്ലീഹ ഏറ്റു പറയുന്നുണ്ട്. ഫിലെമോൻ എഴുതിയ ലേഖനത്തിൽ 7-ാമത്തെ തിരുലിഖിതം, സഹോദരാ, നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. എന്തെന്നാൽ നീ വഴി വിശുദ്ധന്മാർ ഉന്മേഷഭരിതരായി. നോക്ക്, ഒരു വിശ്വാസി വേറൊരു വിശ്വാസിയോട് ഐക്യത്തിരിക്കുമ്പോൾ അവർ തളർന്നിരിക്കുന്നവർ ഉന്മേഷഭരിതരാകുന്നു, മരവിച്ചിരിക്കുന്നവർ കത്തിജ്വലിക്കുന്നു, ഇതാ മന്ദതയിലേക്ക് പോകുന്നവർ വീണ്ടും ഉണർവിലേക്ക് വരുന്നു. ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും തീഷ്ണതയുടെയും അഗ്നിജ്വാലകൾ കത്തിപ്പടരുന്ന അത്ഭുത അഭിഷേകം കർത്താവ് ചൊരിയുന്നത് സഹോദരന്മാർ ഒരുമിച്ച് ചേരുന്ന സ്ഥലങ്ങളിലാണ്. സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടി കൂട്ടായ്മ ആചരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ റോമാക്കാരോട് പറയുകയാണ്, നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒന്ന് ശാപ്പാടടിക്കാൻ വേണ്ടിയാണ് വരുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. ശ്ലീഹ പറയാണ്, നിങ്ങളുടെ സ്ഥൈര്യം ഒരു പടി കൂടി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ആത്മീയ വരം നിങ്ങൾക്ക് തന്നിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നത്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം മറ്റൊരു വിധത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സന്തോഷവും കിരീടവുമായ വത്സല സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. ശ്ലീഹ തൻ്റെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത്, എൻ്റെ കിരീടമായവരെ, എൻ്റെ ഹൃദയത്തിൻ്റെ ആഹ്ലാദമേ, എൻ്റെ വത്സല സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ശ്ലീഹ അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്ലീഹായുടെ വിശ്വാസ ജീവിതത്തിൽ അഭിഷേകത്തിനും അഭിഷേകം വലിയൊരു ജ്വാലയായി മാറാൻ വിശ്വാസികളുമായുള്ള കൂട്ടായ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം കൂടുതൽ ഫലപ്രദമായി അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, അവർക്ക് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഒറ്റയാൻ പ്രകൃതങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ. നല്ല കൃപയുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള വാതിൽ തുറക്കപ്പെടട്ടെ. ഇപ്പോഴുള്ള കൃപ ഒരു പടി കൂടി ഉയരാൻ ഏത് കൃപാ ശുശ്രൂഷകനുമായിട്ടാണ് യോജിച്ചിരിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തണമേ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവായ ദൈവമേ, ഈ മണിക്കൂറിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടിയപ്പോൾ, ഇതാ ഈ ആത്മീയ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിച്ചപ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ ഇവരുടെ കൃപാവരങ്ങൾ ഒരു പടി കൂടി ഉയരട്ടെ. ഒരു പടി കൂടി അഭിഷേകം പ്രാപിക്കട്ടെ. തളർന്നിരിക്കുന്നവർ പുതുജീവൻ പ്രാപിക്കട്ടെ. മന്ദിച്ചിരിക്കുന്നവർ ഉണർവ് പ്രാപിക്കട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. കഴുകനെ പോലെ ചെറുകടിച്ച് ഉയരാൻ തക്കവണ്ണം ഉന്നത അഭിഷേക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 18-ാം തിരുലിഖിതം, സഹായത്തിന് സഹോദരനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്.
സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയുന്നീ ബലിവേദിയിൽ. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയുന്നീ ബലിവേദിയിൽ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഈ നിമിഷങ്ങളിൽ ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഇതാ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഇടപെടുകയാണ്. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 12-ാം തിരുലിഖിതം. കർത്താവ് നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുലിഖിതം. നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും നിന്റെ ഉദ്യമങ്ങളിൽ നിനക്ക് വിജയം തരാനും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നു. ഇതാ ദൈവമായ കർത്താവ് കൂടെ ഇരിക്കുകയാണ്. ഈ സമയം ഹൃദയം നുറുങ്ങി യേശുവിന്റെ നാമത്തെ വിളിക്കുക. വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നിർമാർജനം ചെയ്യും. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മാറാ രോഗങ്ങളുടെ കെട്ടുകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, കണ്ണുനീരിൽ കൂടുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുതത്തിന് ശക്തി വ്യാപരിക്കട്ടെ. തകർന്ന കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. മദ്യപാനികൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കൂടോത്രം, മന്ത്രവാദം, ആഭിചാരക്രിയകൾ, ശത്രുപീഡകൾ ഇവ നിമിത്തം കലങ്ങി മറിഞ്ഞ് വേദനിച്ച് കഴിയുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് ശത്രുപീഡകളും ദുഷ്ടാരൂപതകളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പേര് ജോർജ്, വീട്ടുപേര് തച്ചേട്ട്, കോട്ടയം ജില്ലയിൽ 600 എന്ന് പറഞ്ഞ സ്ഥലം. കഴിഞ്ഞ 38 വർഷമായി കടുത്ത ആസ്മാരോഗത്തിനായി വിധേയനായിരുന്നു ഞാൻ. സ്ഥിരമായിട്ട് 2 ഇൻഹേലർ ഉപയോഗിക്കണമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും മരുന്ന് മേടിക്കാൻ മറന്നുപോയി. ഇവിടെ വന്നതിന് ശേഷം യാതൊരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല. ചാടുകയും ഡാൻസും ഒക്കെ ചെയ്ത് എല്ലാ ജോലികളും ചെയ്ത് യാതൊരുവിധ അസുഖവും കഴിഞ്ഞ അനേകം വർഷങ്ങളാണ് ആസ്മ രോഗം കർത്താവ് പരിപൂർണമായി സൗഖ്യം. കൈയടിച്ച പാട്ട് പാടാം. മഹത്വം ദൈവത്തിനെ, സ്തുതി കണ്ടു യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ നൽകുന്ന എന്നേശുനാഥനെ.